പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 9 പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് 11th ചാപ്റ്ററായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഈ ചാപ്റ്റേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിരിക്കും കിട്ടുക കേട്ടോ. ഈ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നുള്ള ചാപ്റ്റർ പഴയ ടെക്സ്റ്റ് ബുക്കിൽ 11th ചാപ്റ്ററായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ അത് 11th ചാപ്റ്ററായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 11th ചാപ്റ്റർ വേറൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തുനിന്ന് കുറേ പോർഷൻസ് പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ ഡിലീറ്റഡ് ആണ്. അപ്പോൾ ആ ഡിലീറ്റഡ് പോർഷൻസൊക്കെ മാറ്റിയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഏരിയ ഓഫ് എ പാരലലോഗ്രമാണ്. ഞാനിവിടെ ഒരു പാരലോഗ്രാം വരയ്ക്കുകയാണ്. ഇത് നോക്കിയേ, ഡ്രോ എ ലൈൻ ഫ്രം വൺ വെർട്ടെക്സ് ഓഫ് ദി പാരലോഗ്രാം പെർപെൻഡിക്കുലർ ടു ദി ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഈ വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് കേട്ടോ. കേട്ടോ, ഇത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? അതായത് ഈ പാരലോഗ്രത്തിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചല്ലേ? ആ പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഈ ട്രയാങ്കിളിനെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടേക്ക് നമ്മൾ വെച്ചാല് നമുക്ക് ഇങ്ങനെ കിട്ടും ഇല്ലേ? ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തപ്പോൾ ഇതെന്തായി? ഇതൊരു റെക്റ്റാങ്കിൾ ആയി അല്ലേ? അപ്പം ഈ പാരലോഗ്രത്തിന്റെ ഏരിയയും, അതായത് നമ്മൾ ആദ്യം വരച്ച ഈ പാരലോഗ്രത്തിന്റെ ഏരിയയും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കുമോ? ഈക്വൽ ആയിരിക്കും ഇല്ലേ? എന്തുകൊണ്ടാണ്? ഈ പോർഷനാണ് നമ്മൾ ഇവിടെ വെച്ചത്. അപ്പം ഇതിൽ വ്യത്യാസം ഒന്നും വന്നില്ല അല്ലേ? അപ്പൊ ഈ പാരലോഗ്രത്തിന്റെ ഏരിയയും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഫോംഡ് എന്ന് നമുക്ക് പറയാം. ഇനി നോക്കിയേ, ദ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദി ബേസ് ഓഫ് ദി പാരലോഗ്രാം. അതായത് ഇന്ന് നോക്കിയേ, ഈ റെക്റ്റാങ്കിളിന്റെ ഇത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് എടുത്താല് ഇതെന്തായിരിക്കും? ദിസ് ഈസ് എൽ ഇല്ലേ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ലെങ്ത് എൽ ആയിരിക്കും. ദിസ് ഈസ് ബ്രെഡ്ത്ത്. ഇതെന്തായിരിക്കും? ബ്രെഡ്ത്ത് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ദ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഫോംഡ് ഈസ് ഈക്വൽ ടു ദി ബേസ് ഓഫ് ദി പാരലോഗ്രാം. പാരലോഗ്രത്തിന്റെ ബേസ് ഏതായിരുന്നു? ഇതായിരുന്നു അല്ലേ? അതായത് ഇത്രയും ലെങ്ത് ഇതായിരുന്നു പാരലോഗ്രത്തിന്റെ ബേസ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ദ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഫോംഡ്, അതായത് ഇത്രയും പോർഷൻ, ഈസ് ഈക്വൽ ടു ദി ബേസ് ഓഫ് ദി പാരലോഗ്രാം. അതായത് ഈ പാരലോഗ്രത്തിന്റെ ബേസിന് ഈക്വൽ ആയിരിക്കും ഇല്ലേ? ആൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിന്റെ ഈ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ദി ഹൈറ്റ് ഓഫ് ദി പാരലോഗ്രാം. ഇതെന്താണ്? പാരലോഗ്രത്തിന് നമ്മൾ വരച്ച ഈ പെർപെൻഡിക്കുലർ ഈ പാരലോഗ്രത്തിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. അപ്പം the breadth of the rectangle is equal to the height of the parallelogram. മനസ്സിലായോ? Okay, area of parallelogram is equal to എന്തെഴുതാം? ഈ പാരലോഗ്രത്തിന്റെ ഏരിയയും ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? L into B. L into B. പക്ഷെ നമ്മൾ ഇപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്തും പാരലോഗ്രത്തിന്റെ ബേസും ഈക്വൽ ആന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് ഈ എല്ലിന്റെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? ബി എന്നെഴുതാം. ഇൻറ്റു പിന്നെന്ത് പറഞ്ഞു? റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്തും പാരലോഗ്രത്തിന്റെ ഹൈറ്റും ഈക്വൽ ആന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് ഈ ബിയുടെ പ്ലേസിൽ എന്തെഴുതാം? എച്ച് എന്നെഴുതാം അല്ലേ? അപ്പൊ നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം എന്തെഴുതാം?
ഏരിയ ഓഫ് പാരലോഗ്രാം ഇസ് ഇക്വൽ ടു BH എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി നോക്കിയാൽ ഇനി ഒരു പാരലോഗ്രാം നമ്മൾ എടുത്താൽ ഈ പാരലോഗ്രത്തിന്റെ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് ചൂസ് ചെയ്യാം. നമ്മൾ ബേസ് ആയിട്ട് ചൂസ് ചെയ്യുന്നിടത്തുനിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാന്, പെർപെൻഡിക്കുലർ വരയ്ക്കാം കേട്ടോ. ഈ ബേസിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ ഹൈറ്റ് എന്താണെന്ന്? ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു, എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പാരലോഗ്രത്തിന്റെ ബേസിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് എന്ത്, ഹൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഒരു പാരലോഗ്രത്തിലെ ട്രയാങ്കിളിലെ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എനിക്ക് ഒരു പാരലോഗ്രം തന്നാല് ഓക്കെ, ഈ പാരലോഗ്രത്തില് ഞാൻ 2 ട്രയാങ്കിൾസ് വരച്ച് കണ്ടോ. ഇനി ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ എന്തായിരിക്കും? ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് പാരലോഗ്രാം. അതായത് ഈച്ച് ട്രയാങ്കിളിന്റെയും ഏരിയ എന്തായിരിക്കും, പാരലോഗ്രത്തിന്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും ഇല്ലേ. അപ്പൊ എന്ത് വരും, ഹാഫ് ഏരിയ ഓഫ് പാരലോഗ്രം എന്തായിരുന്നു, ഏരിയ ഓഫ് പാരലോഗ്രത്തിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ നേരത്തെ പഠിച്ചത്, ബേസ് ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്തെഴുതാം, ബി ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എഴുതാം. ഷോർട്ടായിട്ട് നമുക്കിതിനെ ഹാഫ് BH എന്ന് എഴുതാം കേട്ടോ. നോക്കിയേ, ഒരു സർക്കിള് നമുക്ക് തന്നാല് ഇതിന്റെ സർക്കംഫറൻസ്, അതായത് ഈ ദ ഡിസ്റ്റൻസ് അറൌണ്ട് എ സർക്കുലർ റീജിയൻ ഈസ് നോൺ ആസ് ഇറ്റ് സർക്കംഫറൻസ്. അപ്പം ഈ സർക്കുലർ റീജിയനിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിൾ തന്നിട്ട് അതിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമുക്കിത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രിങ് വെച്ച് ഇതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ അത് സ്കെയിലിൽ വെച്ച് മെഷർ ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽറ്റി ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് നമ്മൾ ഇതൊരു ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ. അപ്പൊ ആ ഇക്വേഷൻ ഏതാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കിയാൽ ഏതൊരു സർക്കിളായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്താലും അതിന്റെ ഡയമീറ്ററും സർക്കംഫറൻസും തമ്മിലുള്ള റേഷ്യോ അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, ഇവിടെ നോക്കിയേ, റേഡിയസ് 3.5 സെന്റിമീറ്റർ, ഡയമീറ്റർ ഈസ് 7 സെന്റിമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് 2r ആയിരിക്കും. ദാറ്റ് മീൻസ് 2 ഇൻറ്റു റേഡിയസ്. റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും എന്താ, ഡയമീറ്റർ. കണ്ടോ, 3.5 ഇൻറ്റു 2 ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് 7 കിട്ടും. അതിന്റെ ഈ 7 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, 22 ആണ് അല്ലേ. അപ്പൊ ആ 22ഉം ആ സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3.14 എന്ന് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. ഓക്കെ, അതേപോലെ നോക്കിയേ, ഡയമീറ്റർ 14 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്, 44 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് തമ്മിലുള്ള റേഷ്യോ എടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി, 3.14 കിട്ടി. ഇവിടെ നോക്കിയേ, 21 ഡയമീറ്ററും 66 സർക്കംഫറൻസുമുള്ള ഒരു സർക്കിളിന്റെ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3.14. അതേപോലെ എല്ലാം നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്, 3.14, 3.2, 3.13. അപ്പൊ അപ്രോക്സിമേറ്റ്ലി റേഷ്യോസ് എല്ലാം എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഓൾവേസ് മോർ ദാൻ 3 times ഇറ്റ്സ് ഡയമീറ്റർ ഇല്ലേ. അതായത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 3 ടൈംസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും, ഡയമീറ്ററിന്റെ 3 ടൈംസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും അല്ലേ. 21 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 63 കിട്ടും അല്ലേ. അപ്പം ആ 3 ടൈംസിനെക്കാട്ടിൽ കൂടുതലാണ് എന്താ, 66 എന്ന് പറയുന്നത്. 63യെക്കാട്ടിൽ കൂടുതലാണ് എന്താ, 66 അല്ലേ. അതേപോലെ ഇവിടെ നോക്കിയേ, 42 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 126 കിട്ടും അല്ലേ. ആ 126നെക്കാട്ടിൽ കൂടുതലാണ് എന്താ, 132. അതാണ് ഇപ്പോ പറഞ്ഞത്, ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഓൾവേസ് മോർ ദാൻ 3 ടൈംസ് ഇറ്റ്സ് ഡയമീറ്റർ. നോക്കിയാൽ ഏതൊരു സർക്കിൾ എടുത്തിട്ട് അതിന്റെ സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ നോക്കിയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും,
അപ്രോക്സിമേറ്റ്ലി 3.14 തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈ 3.14 എന്ന് പറയുന്ന ഈ റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. റേഷ്യോ എന്ത് കിട്ടി? റേഷ്യോ 3.14 ആണെന്ന് നമ്മൾ കണ്ടില്ലേ. ഇതെന്തായിരിക്കും? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് പൈ എന്നാണ് കേട്ടോ. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണ്? 22/7 ഓർ 3.14. നമുക്ക് 22/7 എന്നും എഴുതാം, 3.14 എന്നും എഴുതാം കേട്ടോ. അപ്പൊ പൈയുടെ വാല്യൂ എന്താണ്? 3.14. അപ്പൊ ഈ പൈയെ നമുക്ക് എന്ത് പറയാം? സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ. അങ്ങനെയല്ലേ നമ്മൾ ഇപ്പൊ കണ്ടത്. അപ്പൊ പൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ. അതായത് C/D എന്ന് നമുക്ക് എഴുതാം അല്ലേ. C represent circumference of the circle and D is diameter. അപ്പം ഇതിനകത്തുനിന്ന് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? C is equal to circumference is C is equal to എന്ത് എഴുതും? D ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. C is equal to പൈ ഇൻറ്റു D. അപ്പോൾ D എന്ന് പറയുന്നത് എന്താണ്? D is equal to 2R ആണ്. ട്വൈസ് ദി റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാം? C is equal to പൈ ഇൻറ്റു D is 2R is equal to ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2πr. അപ്പം സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? 2πr. അപ്പോൾ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 2πr. നിങ്ങൾക്ക് ഇത് നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പറഞ്ഞ് എനിക്ക് ചെയ്യിച്ചാലും മതിയായിരുന്നു കേട്ടോ. അപ്പൊ ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ ഇത് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏരിയ ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ആ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഞാനൊരു സർക്കിൾ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. ഈ സർക്കിളിനെ ഞാനിങ്ങനെ പല പോർഷനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും ലെങ്ത് ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലേ. ഈ സർക്കിളിനെ ഞാൻ ഒരു റെക്ടാങ്കിൾ ആയിട്ട് ഫോം ചെയ്യാൻ പോവാ കേട്ടോ. ഈ സർക്കിളിനെ ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ചുറ്റുമുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കംഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ സർക്കിളിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ എന്തായി? ഇത് ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ് ആയി. ഈ ഒരു സെമി സർക്കിളിന്റെ ഇത്രയും ഭാഗം എന്തായി? ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ് ആയി അല്ലേ. ഇതിനെ ഞാൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇതിനെ ഞാനൊരു റെക്ടാങ്കിളിന്റെ ഫോമിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ സർക്കിളിന്റെ ഹാഫിനെ ഞാൻ അതിനെ ഇങ്ങനെ നേരെയാക്കി ഇങ്ങനെ ഒട്ടിച്ചുവിടെ കണ്ടോ. അപ്പൊ നോക്കിയേ, ഇത് ഒരു റെക്ടാങ്കിളിന്റെ ഷേപ്പിലായില്ലേ. ഇത് നല്ലപോലെ ഒട്ടിച്ചെടുത്ത് അങ്ങനെ ആകും കേട്ടോ. നോക്കിയേ, അപ്പൊ കണ്ടോ, ഇത് ഒരു റെക്ടാങ്കിളിന്റെ ഷേപ്പായി അല്ലേ. അതേപോലെ ഇതിന്റെ ബാക്കിയുള്ള ഈ ഹാഫ് പോർഷനും കൂടെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താല് ഇതിന്റെ ഈ സ്പേസ് ഫില്ല് ചെയ്ത് കണ്ടോ, ഈ ഓരോ സ്പേസും ഇങ്ങനെ ഫില്ല് ചെയ്ത് നമുക്കിതിനെ ഒരു ഫുൾ റെക്ടാങ്കിൾ ആക്കി എടുക്കാൻ പറ്റും കണ്ടോ. ഇങ്ങനെ നമുക്കിതിനെ ഒരു ഫുൾ റെക്ടാങ്കിൾ ആക്കി ഇതിനെ എടുക്കാൻ പറ്റും. മനസ്സിലായി? ഇപ്പം ഒരു സർക്കിളിനെയാണ് ഞാൻ ഈ റെക്ടാങ്കിൾ ഫോമില് ആക്കിയെടുത്തത്. അപ്പൊ നമുക്കിതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ ഇത് നമുക്കൊരു കറക്റ്റ് റെക്ടാങ്കിളിന്റെ ഫോമിൽ നമുക്ക് കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒട്ടിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കിയേ, ഇത്രയും പോർഷൻ എന്തായിരിക്കും? നമ്മൾ ആ സർക്കിള് വെട്ടിയെടുത്തതിന്റെ ഹാഫ് ആയിട്ട് വരുന്ന പോർഷൻ ആണല്ലേ. അപ്പൊ അതെന്തായിരിക്കും? ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ്. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ വെട്ടിയെടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പം ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഹാഫ് ആണ്. മനസ്സിലായോ? ഇനി ഇതിന്റെ ബ്രെഡ്ത്ത്, ഈ റെക്ടാങ്കിളിന്റെ ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് ആ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ. ഈ ഓരോ പോർഷനും അതിന്റെ എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ, സർക്കിളിന്റെ റേഡിയസും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നോക്കിയേ,
ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും സർക്കിളിന്റെ ഏരിയയും ഒപ്പം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ആ സർക്കിൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ റെക്റ്റാങ്കിൾ ഫോം ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഫോംഡ്. ഇസ് ഈക്വൽ ടു എന്താണ്? എൽ ഇൻറ്റു ബി. റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താണ്? എൽ ഇൻറ്റു ബി. ഇനി റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ് അല്ലേ? അപ്പൊ എല്ലിന്റെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? ഹാഫ് ഓഫ് സർക്കംഫറൻസ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? റേഡിയസ് ആണ് അല്ലേ? ഇൻറ്റു റേഡിയസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സർക്കംഫറൻസ്. എന്തായിരുന്നു? സർക്കംഫറൻസ് കാണുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ എന്താണ് പഠിച്ചത്? 2πr എന്ന് പഠിച്ചല്ലേ? അപ്പം ഹാഫ് 2πr ഇൻറ്റു റേഡിയസ് ഈസ് r. മനസ്സിലായി നിങ്ങൾക്ക്? റേഡിയസ് ഈസ് r. ഇവിടെ 2 2 കട്ടാകും ഇല്ലേ? ബാക്കി എന്തുണ്ട്? πr². πr². അപ്പൊ ഏരിയ ഓഫ് സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? πr². അപ്പൊ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? 2πr. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πr².